നമസ്കാരം, എല്ലാവർക്കും സക്സസ് PC25ലേക്ക് സ്വാഗതം. നമ്മളിന്ന് കമ്പനി ബോർഡ് LGSന് വേണ്ടി PYQ വിക്ടറി സീരീസ് ആരംഭിക്കുകയാണ്. ക്ലാസ് 1 ആണിത്. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിലാണ് പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? ആൻസർ ഓപ്ഷൻ ഡി 6. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ആൻസർ ഓപ്ഷൻ ബി 42-ാം ഭേദഗതി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന്? ആൻസർ ഓപ്ഷൻ ബി 1947 ജൂലൈ 22. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഗംഗ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്ര? ആൻസർ ഓപ്ഷൻ ബി 52 സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ജസ്റ്റിസ് രംഗനാഥ മിശ്ര. അടുത്ത ക്വസ്റ്റ്യൻ, 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന? ആൻസർ ഓപ്ഷൻ ഡി മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. അടുത്ത ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. 1 ബ്രഹ്മസമാജം, 2 ആര്യസമാജം, 3 പ്രാർത്ഥനാ സമാജം, 4 ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ. ദയാനന്ദ സരസ്വതി, ആത്മാറാം പാണ്ഡുരംഗ, കേശവ് ചന്ദ്ര സെൻ, രാജാറാം മോഹൻ റോയ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ബ്രഹ്മസമാജം, രാജാറാം മോഹൻ റോയ്. ആര്യസമാജം ദയാനന്ദ സരസ്വതി, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവ് ചന്ദ്ര സെൻ. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു? ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരം. ആൻസർ ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരം. അടുത്ത ക്വസ്റ്റ്യൻ, സന്താൽ കലാപം നടന്ന വർഷം? ആൻസർ ഓപ്ഷൻ ബി 1855 1856. ആൻസർ ഓപ്ഷൻ ബി 1855 1856 കാലഘട്ടത്തിലാണ് സന്താൾ കലാപം നടന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും ക്ലാസ് യൂസ്ഫുള്ളായാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും കൂടെ ഈ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.